ശ്രീവത്സം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് താൽക്കാലികമായി നിർത്തിവെച്ചു. പിടിച്ചെടുത്ത രേഖകളുടെ കൂടുതൽ പരിശോധനകൾക്കായാണ് റെയ്ഡ് നിർത്തിവെച്ചത്. പരിശോധനയെ തുടർന്ന് വിശദമായ അന്വേഷണങ്ങൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറാനാണ് ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. കേരളത്തിനകത്തും പുറത്തുമുള്ള ശ്രീവത്സം ഗ്രൂപ്പിന്റെ 20-ലധികം സ്ഥാപനങ്ങളിൽ നിന്ന് അനധികൃത ഇടപാടുകളുടെ 100 കണക്കിന് രേഖകളാണ് പിടിച്ചെടുത്തത്. ഭൂമി ഇടപാടുകൾ, കച്ചവടം, സാമ്പത്തിക ക്രമക്കേടുകൾ, ബിനാമി ഇടപാടുകൾ തുടങ്ങി ലഭിച്ച രേഖകളുടെ വിശദമായ പരിശോധനയാണ് ഇനി നടക്കുക. 400 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. പരിശോധന പൂർത്തിയാകുന്ന മുറക്കാണ് വെട്ടിപ്പിന്റെ വ്യാപ്തി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയെന്നാണ് ആദായനികുതി വകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശ്രീവത്സം ഗ്രൂപ്പ് കൂടുതൽ ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് നടത്തിയിട്ടുള്ളത്. ശ്രീവത്സം ടീമുമായി ബന്ധമുള്ളവരുടെ വീടുകളിൽ നിന്നും അനധികൃത രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. രേഖകളുടെ പരിശോധനയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ CBI, എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ വകുപ്പുകൾക്ക് കൈമാറും. പ്രശ്നത്തിൽ ചില ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുള്ളതിനാൽ സംസ്ഥാന ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചതായി സൂചനയുണ്ട്. ഇതിനു പുറമെ റവന്യൂ ഇന്റലിജൻസും സംഭവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ആദായനികുതി വെട്ടിപ്പ് നടത്തിയതിൽ UDF-ലെ ഒരു മുൻ മന്ത്രിക്ക് ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ടത്. യു ഷൈജു, മീഡിയ 1, കൊച്ചി.